അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂറിസ്പ്രുഡൻസിന്റെ ക്ലാസ്സിൽ ഡെഫിനിഷൻ പാർട്ട് നോക്കി, അതോടൊപ്പം തന്നെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് 5 സ്കൂൾസ് നോക്കി, അവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കി ആളുകളുടെ, ദെൻ തിയറീസ് ഓഫ് ജസ്റ്റിസ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് സോഴ്സസ് ഓഫ് ലോയുടെ സോഴ്സസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് ഒക്കെയാണ് നോക്കിയിരുന്നത്. ഇനി സോഴ്സസ് ഓഫ് ലോ ആണ് നോക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ലോയുടെ സോഴ്സസ്, ഉറവിടങ്ങൾ, അതായത് ലോ എന്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് അറിയാവുന്ന കുറച്ച് സോഴ്സസ് എന്തൊക്കെയായിരിക്കും? ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്, അതായത് പാർലമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻസ്, പിന്നെ മറ്റ് ജുഡീഷ്യൽ ആയിട്ടുള്ള പ്രീസിഡന്റുകൾ, അതായത് ജുഡീഷ്യറി പറയുന്ന, ഹയർ കോടതി പറയുന്ന ഡിസിഷൻ ബാക്കിയുള്ള താഴെയുള്ള എല്ലാ കോടതികളിലും ബൈൻഡിങ് ആണ്, അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറയുന്ന ഡിസിഷൻസ് ബാക്കിയുള്ള എല്ലാ കോർട്ടുകളും, ഹൈക്കോർട്ട് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ കോടതികളും എന്ത് ചെയ്യേണ്ടതാണ്? ബൈൻഡിങ് ആണ്, അവർ ഫോളോ ചെയ്യേണ്ടതാണ്. അതൊരു ജുഡീഷ്യൽ പ്രീസിഡന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്ന കസ്റ്റമാണ്. അതായത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റം, അത് സെർട്ടൈൻ ആയിരിക്കണം, അതിനൊരു ലീഗൽ വാലിഡിറ്റി ഉണ്ടാവണം. അതായത് പബ്ലിക് പോളിസിക്കൊന്നും എഗനിസ്റ്റ് ആവരുത്, നമ്മുടെ മൊറാലിറ്റി, ധാർമ്മികതയ്ക്കൊന്നും എഗനിസ്റ്റ് ആവാൻ പാടില്ല, പബ്ലിക് ഹെൽത്തിനെ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം, ഒരു ബ്രേക്ക് ഒന്നും എടുക്കാൻ പാടില്ല. അതായത് ഒരു കണ്ടിന്യൂസ് പീരീഡിലേക്ക്, ഏൻഷ്യന്റ് ആയിട്ടുള്ള ടൈം തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യണമായിരിക്കണം. ടൈം നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ 1 വർഷമായിട്ട് 2 വർഷമായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല, കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കണം. ഇങ്ങനെയുള്ള കസ്റ്റംസ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലോയുടെ സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ടേം നമുക്കറിയാം, ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്തായിരുന്നു? സയൻസ് അല്ലെങ്കിൽ നോളജ് ഓഫ് ലോ. നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സയൻസ് ഓഫ് ലോ, നിയമത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ആ ഒരു സയൻസ് ഓഫ് ലോ എന്നാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ്. അതായത് ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് വന്നത്. അതിന്റെ മീനിങ് നോളജ് ഓഫ് ലോ, നിയമത്തെ പറ്റിയുള്ള അറിവ്, അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് ലോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിയമത്തെ പറ്റിയുള്ള അറിവ് എന്ന് പറയുമ്പോൾ ആ ലോ എങ്ങനെ നമ്മൾ മെയ്ഡ് ചെയ്തു, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയോളജീസിനെയും അല്ലെങ്കിൽ പല സെവറൽ ആയിട്ടുള്ള തിയറീസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോയിനെ പറ്റി പഠിക്കുന്നത്. അതായത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ആക്ച്വലി ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ ഓഫ് സ്റ്റഡി ആണ്. അതുകൊണ്ട് തന്നെ അതിൽ സെവറൽ ആയിട്ടുള്ള ഐഡിയോളജീസും തിയറീസും കൊണ്ട് ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ലോ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിയമം എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത് പല ഐഡിയോളജീസിലൂടെയും തിയറീസിലൂടെയും ഒക്കെയാണ്. അപ്പൊ നമ്മൾ അത് പഠിക്കുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ദ റിലേഷൻഷിപ്പ് ഓഫ് ലോ വിത്ത് ഇൻഡിവിജ്വൽസ്, ലോയും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പിന്നെ മറ്റ് സോഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ലോയുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ആ ഒരു ലോ അല്ലെങ്കിൽ ലോയുടെ സോഴ്സസ് എന്തൊക്കെയാണ്, ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ലോയുടെ സോഴ്സസ്, ഉറവിടങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ലോയും ഇൻഡിവിജ്വൽസുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാ, റിലേഷൻഷിപ്പ് എങ്ങനെയാ, ലോയും മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാ, ഇതൊക്കെ നമ്മൾ ആ ഒരു സ്റ്റഡിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഉറവിടങ്ങൾ, നിയമം എന്തിൽ നിന്നൊക്കെയാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതായത് പല സോഴ്സസ് നിന്നാണ്, ഒറ്റ സോഴ്സിൽ നിന്ന്, അതായത് പാർലമെന്റ് പറയുന്ന ലെജിസ്ലേഷനിൽ നിന്നാണ് ലോ വന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ലോ എന്ന് പറയുന്നത് വേരിയസ് സോഴ്സസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഡിഫറെന്റ് സോഴ്സസ് ലോയ്ക്ക് ഉണ്ട്. അതായത് there are various sources from which we derive law. അതായത് നമ്മൾ ലോ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് വേരിയസ് പല സോഴ്സസിൽ നിന്ന്, ഉറവിടങ്ങളിൽ നിന്നാണ്. പല ജൂറിസ്റ്റുകളും, സെവറൽ ആയിട്ടുള്ള ജൂറിസ്റ്റുകളും സ്കോളേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സോഴ്സ് ഓഫ് ലോ എന്താണെന്ന്, അതായത് ലോയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്ത് തരം തിരിക്കാനായിട്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ ആയിട്ടുള്ള സോഴ്സ്, ഇത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരം തിരിക്കാനായിട്ട് സെവറൽ ജൂറിസ്റ്റുകളും സ്കോളേഴ്സും ഒക്കെ ശ്രമം നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ. അപ്പൊ ഇതിലും നമ്മൾ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് പറയുന്ന സോഴ്സ്, അതായത് നമുക്കൊക്കെ അറിയാവുന്ന മെയിൻ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോഴേക്കും, സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഒന്ന് ലെജിസ്ലേഷൻസ് ആണ്. അതായത് ഈ ക്ലാസിഫിക്കേഷൻസിലൊക്കെ, അതായത് എല്ലാ ജൂറിസ്റ്റുകളും എല്ലാ സ്കോളേഴ്സും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ലോയുടെ സോഴ്സ് ഏതൊക്കെയാണ്. ഇതിൽ ഏറ്റവും മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്, എല്ലാ ക്ലാസിഫിക്കേഷനും ഒത്തിരി ജൂറിസ്റ്റുകളും ക്ലാസിഫൈ ചെയ്തതിലും ഇതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ഒന്ന് ലെജിസ്ലേഷൻ, 2 ജുഡീഷ്യൽ പ്രീസിഡൻസ്, 3 കസ്റ്റം. ഇത് 3 മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത് 3 തന്നെയാണ് മെയിൻ ആയിട്ട് സോഴ്സ് ഓഫ് ലോയിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ ജോൺ ചിപ്മാൻ ഗ്രേ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഹാർവാർഡ് ലോ സ്കൂളിലെ ഒരു പ്രൊഫസർ ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞിരുന്നത് ദ ലോ ഓഫ് ദി സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലെ നിയമം അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് മെൻ, അതായത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു, അതായത് സ്റ്റേറ്റിലെ ലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്തുണ്ടാകും? ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് ദി റൂൾസ്, അവിടെ കുറച്ച് റൂളുകൾ ഉണ്ടാകും. വിത്ത് ദ കോഡ്
ദാറ്റ് ഈസ് ദ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദ ബോഡി. അതായത് കോടതികൾ വഴിയായിട്ട്, നമ്മുടെ ജുഡീഷ്യൽ ഓർഗൻ ആയിട്ടുള്ള കോടതികൾ വഴിയായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള, അതായത് കോടതി ത്രൂ പറഞ്ഞിട്ടുള്ള, അതായത് ജുഡീഷ്യൽ ഓർഗൻസ് ആയിട്ടുള്ള കോടതികൾ പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസും കൊണ്ട് കമ്പോസ്ഡ് ആയിരിക്കും ഏതൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൂടെയാണ് എന്ത് പറയുന്നത്, അതായത് കോടതി പറയുന്ന, ജുഡീഷ്യൽ ഓർഗൻ ആയിട്ടുള്ള കോടതി പറയുന്ന ഈ റൂൾസിന്റെ അകത്താണ് എന്തുള്ളത്, ഓരോ വ്യക്തികളുടെയും ലീഗൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, ലീഗൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ കൂട്ടത്തോടു കൂടി താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോ ഓഫ് ദി സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ കുറച്ച് റൂളുകളായിരിക്കും, റൂളുകൾ വഴിയായിട്ട് കമ്പോസ്ഡ് ആയിരിക്കും. ആ റൂളുകൾ എന്ന് പറയുന്നത് എന്താണ്, ജുഡീഷ്യൽ ഓർഗൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ബോഡി ആയിട്ടുള്ള കോടതികൾ വഴിയായിട്ട് പറയുന്നതാണ്. ഈ റൂൾസിലൂടെയാണ് എന്ത് പറയുന്നത്, ആ റൂൾസിൽ എന്താ പറയുന്നത്, കുറച്ച് ലീഗൽ ആയിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും, അതായത് ഓരോ വ്യക്തികൾക്കുമുള്ള ലീഗൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, നിയമപ്രകാരമായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ കടമകൾ, അവകാശം മാത്രമല്ല അവരുടെ കടമകളും എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സോ ഗ്രേയുടെ ഡെഫിനേഷൻ്റെ അകത്ത്, അതായത് ജോൺ ചിപ്മാൻ ഗ്രേയുടെ ഡെഫിനേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയുക, വളരെ നാരോ ആയിപ്പോയി. അതായത് ലോ എന്ന് പറയുന്ന ഒറ്റയടിക്ക് എന്ത് പറഞ്ഞിരിക്കുക, ജുഡീഷ്യൽ ഓർഗൻ ആയിട്ടുള്ള, ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ബോഡി, കോടതി പറയുന്ന കുറച്ച് റൂൾസ് എന്നും പറഞ്ഞ് മാത്രമായിട്ട് അങ്ങ് ഒതുക്കിയേക്കുക. സോ അതുകൊണ്ട് തന്നെ ഒരു നാരോ ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അതായത് ലോയിനെ എന്ന് പറയുന്നത് മറ്റു സോഴ്സസ് നിന്നും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോ ഇവോൾവ് ചെയ്ത് എങ്ങനെയാ, കോടതി വഴിയാണ്. അതായത് കേസ് ലോസിലൂടെയാണ് ലോ ഇവോൾവ് ചെയ്തു വന്നത്. അതായത് കോടതി കേസ് ലോസിലൂടെ പറയുന്ന കാര്യങ്ങൾ, അതായത് ആ റൂൾസുകൾ, അത് മാത്രമാണ് ലോ എന്നുള്ള രീതിയിലാണ് ജോൺ ചിപ്മാൻ ഗ്രേ പറഞ്ഞിട്ടുള്ളത്. അതായത് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് അത് വി ഗെറ്റ് ദി കോണ്ടന്റ് ആൻഡ് വാലിഡിറ്റി ഓഫ് ലോ ഫ്രം, അതായത് എവിടുന്നാണോ ലോയുടെ സോഴ്സ് കിട്ടുന്നത്, അതായത് അതിന് എന്താ പറയുക, അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി എവിടുന്നാണോ കിട്ടുന്നത് അതെന്ന് പറയുന്നത് കേസ് ലോസിലൂടെയാണ്, അതായത് കോടതി പറയുന്നതിലൂടെയാണെന്നാണ് ജോൺ ചിപ്മാൻ ഗ്രേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേസ് ലോസിലേക്ക് മാത്രം, അല്ലെങ്കിൽ ജഡ്ജിന്റെ റോളിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയിരിക്കുകയാണ്. Law refers to the rules or the code of conduct, and its source refers to the material from which it gets its content. അതായത് എവിടുന്നാണോ ലോയുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു നമ്മള് ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ആളുകളിലുള്ള റൂൾസ് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന റൂൾസ് ഏതൊക്കെയാണോ അത് കോടതി വഴിയാണ്, കേസ് ലോസിലൂടെയാണെന്നാണ് ഈ ജോൺ ചിപ്മാൻ ഗ്രേ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അതൊരു നാരോ പോയിന്റ് ഓഫ് ഡെഫിനിഷൻ ആണ്. ഇനി ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് ലോ. ഈ സോഴ്സസ് ഓഫ് ലോയിനെ തന്നെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് ലോയുടെ ഉറവിടങ്ങൾ, നിയമം വന്നിട്ടുള്ള ഏതിൽ നിന്നൊക്കെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ലോയുടെ സോഴ്സസിനെ പലതരത്തിൽ നമുക്ക് ടൈപ്സുകളായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇതില് ജോൺ സാൽമണ്ട് ലീഗൽ സ്കോളർ ആയിട്ടുള്ള സാൽമണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ലോയെ പറ്റിയുള്ള ഐഡിയോളജീസിലൂടെ, അതായത് ഫീൽഡ് ഓഫ് ജൂറിസ്പ്രുഡൻസിലെ ലോയുടെ ഐഡിയോളജീസ് വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഴ്സ് ഓഫ് ലോയിനെ 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലോയുടെ സോഴ്സസ് എന്ന് പറയുന്ന മെയിൻലി 2 ആയിട്ട് ഇദ്ദേഹം തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മെറ്റീരിയൽ ആയിട്ട് പറയാൻ പറ്റുന്ന മെറ്റീരിയൽ സോഴ്സസ്, 2 ഫോർമൽ സോഴ്സ്. സോ ജോൺ സാൽമണ്ട് ആണ് സോഴ്സസ് ഓഫ് ലോയിനെ 2 ടൈപ്പ് ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ സോഴ്സസ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഫോർമൽ സോഴ്സസ്. ഇതില് മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ദോസ് സോഴ്സസ് ഫ്രം വിച്ച് ദ ലോ ഗെറ്റ്സ് ഇറ്റ് കണ്ടന്റ് ഓർ മാറ്റർ ബട്ട് നോട്ട് ഇറ്റ്സ് വാലിഡിറ്റി. അതായത് ലോയ്ക്ക് എവിടെ നിന്നാണ് അതിന്റെ കണ്ടന്റ് കിട്ടിയത്, അല്ലെങ്കിൽ ആക്ച്വലി അതിന്റെ മാറ്റർ എവിടെ നിന്നാണ് കിട്ടിയത്, അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ലോയ്ക്ക് എവിടെ നിന്നാണോ അതിന്റെ സോഴ്സസ് കിട്ടുന്നത്, അതായത് അങ്ങനെയുള്ള സോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ കണ്ടന്റ്, ലോയുടെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ മാറ്റർ എവിടെ നിന്നാണോ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് ആ ഒരു അതിന്റെ വാലിഡിറ്റി, ലോയുടെ വാലിഡിറ്റി എങ്ങനെ വന്നു എന്നല്ല പറയുന്നത്, അതിന്റെ നിയമസാധുതയല്ല പറയുന്നത്, ആ കണ്ടന്റ് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ ആ മാറ്റർ എവിടെ നിന്ന് കിട്ടി എന്നാണ് മെറ്റീരിയൽ സോഴ്സിൽ പറയുന്നത്. 2 തരത്തിലുള്ള മെറ്റീരിയൽ സോഴ്സുകൾ ഉണ്ട്. എഗെയിൻ നമ്മൾ മെറ്റീരിയൽ സോഴ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ലീഗൽ സോഴ്സ് എന്നും സെക്കൻഡ് വൺ ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്നും. സോ മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുന്നത് ലോയ്ക്ക് എവിടുന്നാണ് അതിന്റെ ആ ഒരു കണ്ടന്റ് കിട്ടിയത്, അല്ലെങ്കിൽ അതിന്റെ ആ മാറ്റർ, എക്സാക്ട് ആ ഒരു മാറ്റർ എവിടുന്നാണ് കിട്ടിയത്, അതല്ലാതെ അതിന്റെ വാലിഡിറ്റി അല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അതിന്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട്, അതിന്റെ വാലിഡിറ്റി എങ്ങനെ വന്നു അതല്ല പറയുന്നത്, ആ കണ്ടന്റ്, എക്സാക്ട് ആ കണ്ടന്റ് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു മാറ്റർ എവിടുന്നാണ് അവർ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള സോഴ്സ്. ഇപ്പൊ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടെക്സ്റ്റിൽ നിന്ന് കിട്ടി അങ്ങനെ നമ്മൾ പറയില്ല, അപ്പൊ അത് എവിടുന്നാണ് കിട്ടിയത്, ആ ഒരു മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ സോഴ്സിനെ എഗെയിൻ ഇവർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സാൽമണ്ട്. ഒന്ന് ലീഗൽ സോഴ്സ് എന്നും ദെൻ സെക്കൻഡ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്നും. ഈ ലീഗൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് കോടതി ഫോളോ ചെയ്യുന്ന, കോഡ്സ് ഓഫ് ലോ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സോഴ്സസിനെയാണ് നമ്മൾ
ലീഗൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ലീഗൽ സോഴ്സസ് എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റ് വിച്ച് ക്രിയേറ്റ് ദ ലീഗൽ റൂൾസ്. അതായത് ലീഗൽ ആയിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ ലീഗൽ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ലീഗൽ റൂൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലീഗൽ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്സ് എന്ത് ഇൻസ്ട്രുമെന്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ത് ഇൻസ്ട്രുമെന്റുകളാണോ ടൂളുകളാണോ അവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ ലീഗൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലീഗൽ സോഴ്സ് എന്തായിരിക്കും? വിച്ച് ഈസ് ലീഗൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ അത് അതോറിറ്റേറ്റീവ് നേച്ചറിലായിരിക്കും. അതാണ് കോടതി ഫോളോ ചെയ്യുന്നത്. അതായത് കോർട്സ് ഓഫ് ലോ എന്താണോ അവിടെ ഫോളോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ലീഗൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ സോഴ്സ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സോഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് പെർമിറ്റ് ന്യൂവർ ലീഗൽ പ്രിൻസിപ്പിൾസ് ടു ബി ക്രിയേറ്റഡ്. പുതിയ പുതിയ ലീഗൽ പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ലീഗൽ സോഴ്സസ് പെർമിറ്റ് ചെയ്യാൻ അനുവദനീയമാണ്. സോ അക്കോർഡിംഗ് ടു സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ സോഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലോയിലെ ലീഗൽ സോഴ്സസ് എന്ന് പറയുന്നത് അഗെയിൻ 4 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെജിസ്ലേഷൻ എന്ന, അതായത് നമ്മുടെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക ലീഗൽ റൂൾസ് ആണ്, ലീഗൽ സോഴ്സ് ആണ്. പ്രീസിഡന്റുകൾ, കോടതി പറയുന്ന പ്രീസിഡന്റുകൾ, പിന്നെ കസ്റ്റമറി ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ലോസ്, കലാകാലങ്ങളായിട്ടുള്ള കസ്റ്റമറി ലോസ്. ദെൻ കൺവെൻഷണൽ ലോ എന്ന് പറഞ്ഞാൽ ത്രൂ എഗ്രിമെന്റുകൾ വഴിയായിട്ട്, നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ വഴിയായിട്ട് വരുന്ന ലോസ് ഒക്കെ കൺവെൻഷണൽ ആയിട്ടുള്ള ലോസ്, എഗ്രിമെന്റ് ത്രൂ വരുന്നതൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ലെജിസ്ലേഷൻ, പ്രീസിഡന്റ്, കസ്റ്റമറി ലോ, കൺവെൻഷണൽ ലോ, ഇങ്ങനെയുള്ള 4 തരത്തിലായിട്ട് സാൽമണ്ട് അഗെയിൻ ഈ ലീഗൽ സോഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലോയിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ മെറ്റീരിയൽ സോഴ്സ് എന്നും അതോടൊപ്പം തന്നെ എന്ത് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സോഴ്സ് ആൻഡ് ഫോർമൽ സോഴ്സ്. ആൻഡ് മെറ്റീരിയൽ സോഴ്സ് ആൻഡ് ഫോർമൽ സോഴ്സിൽ മെറ്റീരിയൽ സോഴ്സിനെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലീഗൽ സോഴ്സ് എന്നും ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്നും. ഇതിൽ ലീഗൽ സോഴ്സിനെ തന്നെ ഇദ്ദേഹം വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ലെജിസ്ലേഷൻ, പ്രീസിഡന്റ്, കസ്റ്റമറി ലോസ്, പിന്നെ അതുപോലെയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ലോസ്. ഇനി ഹിസ്റ്റോറിക്കൽ സോഴ്സ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. മെറ്റീരിയൽ സോഴ്സിൽ ഒന്നാമത്തെ ലീഗൽ സോഴ്സ്, സെക്കൻഡ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ സോഴ്സ്. ഇതിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും വരുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ലോ. അതായത് ഇങ്ങനെയുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ സോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ലോ വിത്തൗട്ട് ഗിവിംഗ് എഫക്ട് ടു ഇറ്റ്സ് വാലിഡിറ്റി ഓർ അതോറിറ്റി. അതായത് ലോയ്ക്ക് അതിന്റെ വാലിഡിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എഫക്റ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ലോ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റു സോഴ്സസിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ലീഗൽ റൂൾസിനെ ഇൻഡയറക്ട്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഈ ലീഗൽ സോഴ്സും ഹിസ്റ്റോറിക്കൽ സോഴ്സും തമ്മിലുള്ള, ചരിത്രപരമായിട്ടുള്ള സോഴ്സസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും is that all the laws have a historical source but they may or may not have a legal source. അതായത് എല്ലാ സോഴ്സുകളും എന്തായിരിക്കും? ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഴ്സുകളായിരിക്കും. പക്ഷെ അത് ലീഗൽ സോഴ്സ് ആവണമെന്നില്ല, അതായത് ലീഗൽ റൂൾസിൽ അപ്ലൈ ചെയ്യണതാവണമെന്നില്ല. അതായത് എല്ലാ സോഴ്സുകൾക്കും ഒരു ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്, പക്ഷെ അത് ലീഗൽ സോഴ്സ് ആവണമെങ്കിൽ ലീഗൽ റൂൾസ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ സോഴ്സ് ആവണമെന്നില്ല. ഓൾ ലോസ് ഹാവ് എ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ബട്ട് ദേ മേ ഓർ മേ നോട്ട് ഹാവ് എ ലീഗൽ സോഴ്സ്. അത് ചിലപ്പോൾ ലീഗൽ സോഴ്സ് ആവാം, പക്ഷെ ചിലപ്പോൾ ലീഗൽ സോഴ്സ് ആകില്ല. അപ്പൊ അങ്ങനെയാകാം, മേ ഓർ മേ നോട്ട് ഹാവ് എ ലീഗൽ സോഴ്സ്. ഫോറിൻ കോടതികൾ പറയുന്ന ഡിസിഷൻസ് given by the foreign court serve as an example for this kinds of source. അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഫോറിൻ കോടതികൾ പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ. അതായത് ഏതെങ്കിലും കേസിൽ ഫോറിൻ കോർട്സ് പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേസുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ടോർട്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നില്ലേ, അതായത് അവിടുത്തെ ഡിസിഷൻസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ആക്ച്വലി ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ലോ ആണ് അവർ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസിഷൻസ് ഒക്കെ ആ കേസിലാണ്. ഇനി ഫോർമൽ സോഴ്സസ് 2 ആയിട്ടായിരുന്നു തരംതിരിച്ചിരുന്ന, ഒന്ന് മെറ്റീരിയൽ സോഴ്സ്, ദെൻ ഫോർമൽ സോഴ്സ്. ഈ ഫോർമൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർമൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ത്രൂ വിച്ച് ദ സ്റ്റേറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് വില്ല്. അതായത് സ്റ്റേറ്റ് എങ്ങനെയാണോ അതിന്റെ ആ ഒരു താല്പര്യം എന്താണെന്ന് അല്ലെങ്കിൽ വിഷ് ആൻഡ് വില്ല് എന്താണെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഫോർമൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോർമൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ജനറലി സ്റ്റാറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രീസിഡന്റ്, ഇതിലൊക്കെയാണ് നമ്മൾ ഫോർമൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ലോയുടെ ഫോർമൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, ട്രഡീഷണൽ പെർസ്പെക്റ്റീവ് അല്ല, മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഉള്ള സ്റ്റാറ്റ്യൂട്ടുകൾ, ജുഡീഷ്യൽ പ്രീസിഡൻസ് ഒക്കെയാണ് ഫോർമൽ സോഴ്സ് ഓഫ് ലോയിൽ പറയുന്നത്. അപ്പൊ ലോയ്ക്ക് അതിന്റെ ആ ഒരു ഫോഴ്സും അതോറിറ്റിയൊക്കെ കിട്ടുന്നത് ഏതിലൂടെ ആയിരിക്കാം? അതിന്റെ വാലിഡിറ്റി ഒക്കെ കിട്ടുന്നത് ഫോർമൽ സോഴ്സിലൂടെയാണ്. അതായത് നമുക്ക് അറിയാം ഇപ്പോൾ ഉള്ള ആ ഒരു നമ്മുടെ നിയമത്തിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി ഫോഴ്സ് ഒക്കെ ഏതിലൂടെയാ? ഫോർമൽ സോഴ്സിലൂടെ. അതായത് ജുഡീഷ്യൽ പ്രസിഡന്റും നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടും അതുവഴിയല്ലേ ലോയുടെ വാലിഡിറ്റി വരുന്നത്. അതായത് ഇപ്പോൾ കോടതി പറയുന്ന പ്രസിഡന്റുകളിലൂടെയും സ്റ്റാറ്റ്യൂട്ടുകളിലൂടെയും പാർലമെന്റ് കൊണ്ടുവരുന്ന, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന സ്റ്റാറ്റ്യൂട്ടുകളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫോർമൽ സോഴ്സസ് നടക്കുന്നത്. അതായത് ലോയുടെ വാലിഡിറ്റി അവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത്.
സോ കീറ്റോണെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊക്കെ ഹിസ്റ്റോറിക്കലി സോഴ്സ് ആണ്, അതായത് ലോയുടെ ഡെവലപ്മെന്റ് സഹായിച്ചിട്ടുള്ള സോഴ്സുകളാണ് നിലവിലുള്ള മെറ്റീരിയൽ സോഴ്സും ഹിസ്റ്റോറിക്കൽ സോഴ്സും ഒക്കെ. പക്ഷെ കമ്മിങ് ടു ഫോർമൽ സോഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടുകൾ, ജുഡീഷ്യൽ പ്രസിഡന്റ്, ഇതൊക്കെ ഫോർമൽ സോഴ്സ് ആണ്. ഫോർമൽ സോഴ്സ് ആണ് ആ ലോയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്നായിരിക്കും അതിന്റെ വാലിഡിറ്റി ഡിറൈവ് ചെയ്യുന്നത്. സോ കീറ്റോണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സാൽമണ്ട് നടത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വാസ് ഫ്ലോഡ് ആണ്. ആൻഡ് കീറ്റോൺ എന്ത് ചെയ്തു, അദ്ദേഹം സോഴ്സ് ഓഫ് ലോയിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സാൽമണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലാതെ കീറ്റോൺ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള അതൊരു ഫ്ലോഡ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എഗെയിൻ കീറ്റോൺ വേറൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ലോ സോഴ്സസ് ഓഫ് ലോയ്ക്ക്. അതിലൊന്നാണ് ബൈൻഡിങ് സോഴ്സസ് എന്ന് പറയുന്നത്, ബൈൻഡിങ് ആയിട്ടുള്ള സോഴ്സ്. അപ്പൊ ഏതൊക്കെയാ ബൈൻഡിങ് ആയിട്ടുള്ള, ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു നിർബന്ധിതയുള്ള ഒരു സോഴ്സസ്. അതായത് ജഡ്ജസ് ആർ ബൗണ്ട് ടു അപ്ലൈ സച്ച് സോഴ്സസ് ഓഫ് ലോ ഇൻ കേസസ്. അതായത് ഇങ്ങനെയുള്ള സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത് ജഡ്ജസ് ബൗണ്ട് ടു അപ്ലൈ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പൊ ബൈൻഡിങ് ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ, ലോയുടെ ബൈൻഡിങ് ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും ജഡ്ജസ് നിർബന്ധമായിട്ടും ഈ പറയുന്ന ലോയുടെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓരോ കേസസിന്റെ അകത്ത്, ഓരോ ഡിസ്പ്യൂട്ടഡ് കേസസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള കേസസിന്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ട സോഴ്സസ് ആണ്, ലോയുടെ സോഴ്സ് ആണ് ബൈൻഡിങ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സോഴ്സസ് which are bound to apply by the judges in the cases. അപ്പൊ കേസസിനകത്ത് ജഡ്ജസ് അപ്ലൈ ചെയ്യേണ്ടതാണ് പറയുന്നത്. സോ അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാറ്റ്യൂട്ടുകൾ. അത് ജഡ്ജസ് ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ, ഇനി മറ്റു കോടതികളുടെ, അതായത് സുപ്രീം കോടതി പറഞ്ഞ, ഹയർ കോടതി പറഞ്ഞിട്ടുള്ള ജുഡീഷ്യൽ പ്രസിഡന്റുകൾ, ഇതൊക്കെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന പണ്ട് തൊട്ട് നമ്മൾ പ്രാബല്യത്തിലുള്ള വാലിഡിറ്റി ഉള്ള കസ്റ്റംസ്, ഇതൊക്കെ എന്താ ബൈൻഡിങ് ആയിട്ടുള്ള സോഴ്സ് ആണ്. അപ്പോൾ കീറ്റോന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ബൈൻഡിങ് സോഴ്സ് എന്ന് പറയുന്നത്. ബൈൻഡിങ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും കേസസിൽ കോടതി അപ്ലൈ ചെയ്യേണ്ട, ജഡ്ജസ് അപ്ലൈ ചെയ്യേണ്ട സോഴ്സസിനെയാണ് ബൈൻഡിങ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പെർസ്യൂസീവ് സോഴ്സസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ, പെർസ്യൂസീവ് ആയിട്ടുള്ള സോഴ്സ്. അപ്പൊ പെർസ്യൂസീവ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, പെർസ്യൂസീവ് ആണ്, അത് നിർബന്ധമായിട്ടും ബൗണ്ട് അല്ല, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതല്ല, ഫോളോ ചെയ്യേണ്ടതല്ല. ഇറ്റ്സ് എ പെർസ്യൂസീവ് സോഴ്സ്. പെർസ്യൂസീവ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ബൈൻഡിങ്, നിർബന്ധിതയല്ല, അതായത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം എന്നില്ല, അതിനൊരു കംപ്ലീറ്റ് ബൈൻഡിങ് നേച്ചർ, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ബൈൻഡിങ് നേച്ചർ അതിൽ വരുന്നില്ല. അതൊരു പെർസ്യൂസീവ് ആണ്, അതവിടെ ഉണ്ട്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റിഫർ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ പെർസ്യൂസീവ് സോഴ്സ് എന്ന് പറയുന്ന ആർ നോട്ട് ബൈൻഡിങ് but are taken into consideration when binding sources are not available for deciding on a particular subject. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ കേസിനെ സംബന്ധിച്ച് ഒരു ബൈൻഡിങ് സോഴ്സ് അവിടെ നിലവിലില്ല. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു കേസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ മാറ്ററിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിനെ സംബന്ധിച്ച്, ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് നിലവിൽ ഒരു ലെജിസ്ലേഷനോ സ്റ്റാറ്റ്യൂട്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന പെർസ്യൂസീവ് ആയിട്ടുള്ള സോഴ്സ്, അതായത് ജഡ്ജിന്റെ ഈ പറയുന്ന മറ്റ് ഫോറിൻ ജഡ്ജ്മെന്റുകളൊക്കെ ഇല്ലേ, അപ്പൊ അത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് മൊറാലിറ്റി, ധാർമ്മികത വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി, തുല്യത, ജസ്റ്റിസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, ഇതിന്റെയൊക്കെ ബേസിസിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിലവിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജുഡീഷ്യൽ പ്രസിഡന്റ് ഉണ്ട്, നിലവിൽ ഫോളോ ചെയ്യുന്ന ഒരു വാലിഡ് കസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബൈൻഡിങ് ആയിട്ടുള്ള ഫോഴ്സസ് ഫോളോ ചെയ്തിട്ട് വേണം കേസസ് ഡിസൈഡ് ചെയ്യാനായിട്ട് ജഡ്ജസ് ബൈൻഡിങ് ഫോഴ്സ് സോഴ്സസ് ഫോളോ ചെയ്യേണ്ടതാണ്. ഇനി അതൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ ഡിസൈഡ് ചെയ്യാനായിട്ട് നിലവിൽ അവിടെ ബൈൻഡിങ് സോഴ്സസ് അവൈലബിൾ അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പെർസ്യൂസീവ് സോഴ്സ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് അവർക്കത് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി പെർസ്യൂസീവ് സോഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യേണ്ട ഒരു ബൈൻഡിങ് നേച്ചർ ഇല്ല. എന്നിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ബൈൻഡിങ് സോഴ്സ് അവിടെ നിലവിൽ അവൈലബിൾ അല്ല എങ്കിൽ, ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ഡിസൈഡ് ചെയ്യാൻ അവൈലബിൾ അല്ല എങ്കിൽ പെർസ്യൂസീവ് സോഴ്സ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ പെർസ്യൂസീവ് സോഴ്സിന് എക്സാമ്പിൾ ആണ് ഫോറിൻ ആയിട്ടുള്ള ജഡ്ജ്മെന്റുകളിൽ നിന്നുള്ള സോഴ്സസ്, ലോയുടെ സോഴ്സ്, പിന്നെ മൊറാലിറ്റി, ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾസ്, ഇക്വിറ്റി, ജസ്റ്റിസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്, എക്സ്പെർട്ട് ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന പെർസ്യൂസീവ് ആയിട്ടുള്ള സോഴ്സ് ആണ്. കംപ്ലീറ്റ് ബൈൻഡിങ് നേച്ചർ ഇല്ല, എന്നിരുന്നാലും ഫോളോ ചെയ്യാം. അത് നിലവിൽ ആ ഒരു ബൈൻഡിങ് സോഴ്സ് അവിടെ നിലവിലില്ലെങ്കിൽ പെർസ്യൂസീവ് സോഴ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മാറ്റർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ. ലെജിസ്ലേഷൻ ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്? ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻസും ജുഡീഷ്യൽ പ്രസിഡന്റും കസ്റ്റമാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ലെജിസ്ലേഷൻ ആണ് സോഴ്സ് ഓഫ് ലോ ആയിട്ട്.
ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ. ലോയുടെ സോഴ്സസിലെ ഏറ്റവും പ്രൊമനന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ലെജിസ്ലേച്ചറിന്റെ, അതായത് ലോ മേക്കിംഗ് ബോഡി ആയിട്ടുള്ള ലെജിസ്ലേച്ചറിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ളത്. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, മേക്കിംഗ് ഓഫ് ലോ. ആ ഒരു ലോ മേക്കിങ്ങിനെയാണ് അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് ലോയിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആരാണ് ഇത് ഉണ്ടാക്കുന്ന ബോഡി? ലെജിസ്ലേച്ചർ ആണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ 3 ഓർഗൻസ് ആണ് ഗവൺമെന്റിന്റെ വരുന്നത്. ഒന്ന് ലെജിസ്ലേച്ചർ, സെക്കൻഡ് വൺ എക്സിക്യൂട്ടീവ്, ദെൻ തേർഡ് വൺ ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ ലോ മേക്ക് ചെയ്യും. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ദ ഡിസൈഡിങ് ദ കേസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യാണ് ലോ ചെയ്യുന്നത്. അപ്പൊ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ലോയുടെ ഒരു സോഴ്സ് എടുത്ത് നോക്കുമ്പോൾ, അതായത് നിയമത്തിന്റെ സോഴ്സസ് ഓരോ ലോയുടെയും സോഴ്സ് ഉറവിടം എടുത്ത് നോക്കുമ്പോൾ ലെജിസ്ലേഷൻ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ആണ് മേക്കിംഗ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് ലോ മേക്കിംഗ് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, മേക്കിംഗ് ഓഫ് ലോ എന്നുള്ളത്. സോ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു ബോഡി, ലോ മേക്കിംഗ് ബോഡി ആയിട്ടുള്ള ലെജിസ്ലേച്ചറിന്റെ ഇമ്പോർട്ടൻസ് ഓരോ സമയത്തും, അതായത് മോഡേൺ ടൈംസിലേക്ക് വന്നപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ അവസ്ഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള പണ്ട് കാലങ്ങളിൽ ലെജിസ്ലേറ്റീവ് സുപ്രീമസി അല്ലെങ്കിൽ സുപ്രീമസി ഓഫ് ദി ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. It is being pointed out that there is nothing which the British Parliament cannot do except that it cannot make a man a woman and a woman a man. ജസ്റ്റ് ഒരു ഫ്രേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് സുപ്രീമസി ആണ് അവിടെ മീൻ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ലെജിസ്ലേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആണ്. ഇതൊക്കെ എക്സ്ട്രാ റീഡിംഗിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കേണ്ടത് ലെജിസ്ലേഷൻ ഒരു സോഴ്സ് ഓഫ് ലോ ആണ്, മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലോ ആണ്, ബോഡിയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ കേശവാനന്ദ ഭാരതിയുടെ കേസ് നോക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ കേശവാനന്ദ ഭാരതിയുടെ കേസിൽ കോമൺ ലോയിലാണ് നമ്മൾ ആദ്യം ഇംഗ്ലണ്ടിൽ നോക്കിയത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേശവാനന്ദ ഭാരതിയുടെ കേസിൽ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു ഡിസിഷനിൽ എന്താ പറഞ്ഞത്? പാർലമെന്റിന്റെ സുപ്രീമസിയാണ്. അതായത് പാർലമെന്റിന്റെ സുപ്രീമസി ആയിരുന്നു ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 1973 കേസായിരുന്നു. ഈ കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ, അതായത് പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റും എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് വിതൗട്ട് അഫക്ടിങ് ദ ആ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനെ അഫക്ട് ചെയ്യാതെ, അതായത് പ്രിയാമ്പിൾ ഉൾപ്പെടെയുള്ള ഏതൊരു പാർട്ട് വേണമെങ്കിലും പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ. പക്ഷെ എന്ത് ചെയ്യരുത്? അതിന്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അമെൻഡ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ പാർലമെന്റിന് ഏതൊരു പാർട്ട് വേണമെങ്കിലും ഇൻക്ലൂഡിംഗ് പ്രിയാമ്പിൾ ഉൾപ്പെടെ അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാതെ. അപ്പൊ അപ്പോഴും അവിടെ കാണിക്കുന്നത് എന്താണ്? പാർലമെന്റിന്റെ സുപ്രീമസിയാണ്. ഏതൊരു പാർട്ട് വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ, നമ്മുടെ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് ദി ലാൻഡ് ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു പാർട്ട് വേണമെങ്കിലും അമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന സുപ്രീം കോർട്ടിന്റെ ആ ഒരു ഡിസിഷനിലൂടെ മനസ്സിലാവുന്നത് പാർലമെന്റിന്റെ ആ ഒരു സുപ്രീമസിയാണ്, പരമാധികാരമാണ്. So, Parliament can amend any part of the Constitution except the basic structure of the Constitution. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ കേശവാനന്ദ ഭാരതിയുടെ കേസിൽ പറയുന്നത്. സോ അപ്പൊ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ബോഡിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി ബെന്താം പറയുന്നത്, അക്കോർഡിംഗ് ടു ബെന്താം ആൻഡ് ഓസ്റ്റിൻ, ഒരു ഡെഫിനിഷൻ പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സിഗ്നിഫൈസ്, അതെന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനി ഫോം ഓഫ് ലോ മേക്കിംഗ്, ഏത് തരത്തിലുള്ള ഒരു ലോ മേക്കിംഗ് ഫോമിനെയാണ് അല്ലെങ്കിൽ എനി ഫോം ഏത് തരത്തിലുള്ളതുമായിട്ടുള്ള ഒരു ലോ മേക്കിങ്ങിനെയാണ് ലെജിസ്ലേഷൻ കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഗ്രേ പറയുന്നത്, പ്രൊഫസർ ഗ്രേ ഡിഫൈൻ ചെയ്തിട്ടില്ല ലെജിസ്ലേഷൻ എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർമൽ അട്ടറൻസ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയിലെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഓർഗൻസിന്റെ ഫോർമൽ അട്ടറൻസ്. അതായത് ഇത്രേ ഉള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ ഏതൊക്കെയാണോ ലെജിസ്ലേറ്റീവ് ഓർഗൻസ്, നമ്മുടെ ലെജിസ്ലേച്ചറില്ലേ, അതായത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അവരെന്താണോ ഫോർമലി അട്ടറൻസ് ചെയ്യുന്നത്, അതായത് അവരെന്താണോ പുറത്തേക്ക് പറയുന്നത്, പുറപ്പെടുവിക്കുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ പാർലമെന്റ് പറയുന്നതും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് പറയുന്നു അല്ലെ നിയമമായിട്ട് നമ്മൾ പറയുന്നത്. സോ ദ ഫോർമൽ അട്ടറൻസ് ഓഫ് ദ, ഫോർമലി അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ ഒഫീഷ്യലി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫോർമൽ അട്ടറൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ ലെജിസ്ലേറ്റീവ് ഓർഗൻസിന്റെ ഫോർമൽ അട്ടറൻസ് ആണ് ലെജിസ്ലേഷൻ എന്നാണ് ഗ്രേ പറഞ്ഞിട്ടുള്ളത്. ഇനി സാൽമണ്ടിനെ സംബന്ധിച്ചുള്ള സാൽമണ്ട് പറഞ്ഞിട്ടുള്ളത് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ദ സോഴ്സ് ഓഫ് ദി ലോ വിച്ച് കൺസിസ്റ്റ് ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് ലീഗൽ റൂൾസ് ബൈ എ കോമ്പീറ്റന്റ് അതോറിറ്റി. ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി, അതായത് ലോ മേക്കിംഗ് അതോറിറ്റി, ആ കോമ്പീറ്റന്റ് അതോറിറ്റി കുറച്ച് ലീഗലി ഉള്ള റൂൾസ് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ്
എന്തെന്ന് പറയുന്നത് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ലെജിസ്ലേഷൻ എന്താണ്, വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ലോ ആണ്, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലോ ആണ് ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാൽമെന്റിന്റെ കണ്ണിലും ഒരു കോമ്പീറ്റന്റ് അതോറിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ലീഗൽ റൂൾസ് ആണ് ലോ എന്ന് പറയുന്നത്. ആ ലോയുടെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, ആ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ലോ ആണ്. അതായത് ലീഗൽ ആയിട്ടുള്ള ഒരു കോമ്പീറ്റന്റ് അധികാര പരിധിയുള്ള ഒരു അതോറിറ്റി പറയുന്ന ലീഗൽ റൂൾസ്, ഇവിടെ ഏതാ നമ്മുടെ ലോ മേക്കിംഗ് അതോറിറ്റി ലെജിസ്ലേച്ചർ, അവർ പറയുന്ന ലീഗൽ റൂൾസ് ആണ്. ആ ലീഗൽ റൂൾസ് എന്തായിരിക്കും, ലീഗൽ റൂൾസ് എന്ന് പറയുന്നത് ലോയുടെ ഒരു സോഴ്സ് ആണ്, ആ ലെജിസ്ലേഷൻ ആണ് കേട്ടോ, ലെജിസ്ലേഷൻസ് ആണ് ഈ പറയുന്ന വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. കോമ്പീറ്റന്റ് അതോറിറ്റി പറയുന്ന കുറച്ച് ലീഗൽ റൂൾസ് ആണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന സോഴ്സ് ഓഫ് ലോ ആണ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്. ഇപ്പൊ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് റൂളുകളാണ് അല്ലെങ്കിൽ ലോസ് ആണ്. അപ്പൊ നമ്മൾ നോക്കി ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ് ആണ് that are enacted by the legislative organs of the government. അതായത് ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് ഓർഗൻ എനാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ്, അതിനെയാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിലെ ലെജിസ്ലേറ്റീവ് ഓർഗൻ ഏതാ, ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അവർ പറയുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ്, അതിനെയാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ലോ ഇൻ ദ ജൂറിസ്പ്രുഡൻസ്. നമ്മുടെ ജൂറിസ്പ്രുഡൻസ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സോഴ്സ് ഓഫ് ലോയുടെ സോഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ലെജിസ്ലേഷൻസ്, നിലവിലുള്ള ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലെജിസ് എന്നും ലേറ്റോ എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ലെജിസും ലേറ്റോ. അപ്പൊ ലെജിസ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ലോ എന്നാണ്, ലേറ്റോ എന്ന് പറഞ്ഞാൽ മേക്കിംഗ്. സോ അതുകൊണ്ടാണ് നമ്മൾ ലോ മേക്കിംഗ് എന്ന് പറയുന്നത്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ്. ഇനി ഈ ലെജിസ്ലേഷൻസിനെ തന്നെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. അപ്പൊ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ സോഴ്സ് ആയിട്ട് പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് ലോയുടെ പറഞ്ഞതാണ് ലെജിസ്ലേഷൻ. ആ ലെജിസ്ലേഷനിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, പലതരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്റ്റ് ലെജിസ്ലേഷനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷനും. എന്താ ഈ ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്? ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ലോ ബൈ ആൻ എക്സ്പ്രസ് ഡിക്ലറേഷൻ thereof, അതായത് പറഞ്ഞിട്ടുള്ള എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ലോ മേക്ക് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാക്ട്ലി അതോറിറ്റി ഉള്ള ഒരു ബോഡി അവിടെ ലോ മേക്ക് ചെയ്യുന്നു. ഡയറക്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പ്രസ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റ് ലെജിസ്ലേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് ആണ് ഡയറക്റ്റ് ലെജിസ്ലേഷനും ഇൻഡയറക്റ്റ് ലെജിസ്ലേഷനും. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ലോ മേക്ക് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാ, ഒരു എക്സ്പ്രസ്ലി ഡിക്ലറേഷൻ thereof, എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ലോ മേക്ക് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രെയിമിംഗ് ഓഫ് ലോസ് ബൈ ദ ലെജിസ്ലേച്ചർ, ലെജിസ്ലേച്ചർ ഫ്രെയിം ചെയ്യുന്ന ലോസിനെയാണ് ഡയറക്റ്റ് ലെജിസ്ലേഷൻ. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എക്സ്പ്രസ്ലി പ്രത്യേകമായിട്ട് എക്സ്പ്രസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറയുന്നു ഇതാണ് ലോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ എക്സ്പ്രസ്ലി ഡിക്ലറേഷൻ ഓഫ് ലോ, അങ്ങനെ ലോ മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ലെജിസ്ലേച്ചർ ഫ്രെയിം ചെയ്യുന്ന ലോസ് എല്ലാം ഡയറക്റ്റ് ലെജിസ്ലേഷൻസ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ അത് എക്സ്പ്രസ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് ലോ, അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ലെജിസ്ലേഷൻ മേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്തിട്ട് അവിടെ ഉണ്ടാവില്ല. നോട്ട് ആസ് സച്ച് ബട്ട് ഇൻഡയറക്ട്ലി ദ കോഴ്സ് ഓഫ് സം അതർ ട്രാൻസാക്ഷൻ, അതായത് വേറെ എന്തെങ്കിലും പറഞ്ഞു പോയ കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ഓഫ് ട്രാൻസാക്ഷന്റെ കൂട്ടത്തിൽ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ലെജിസ്ലേഷൻ. അതായത് എക്സാക്ട്ലി അവിടെ ഡയറക്റ്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്ത് ലോ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ഡിക്ലറേഷൻ എന്നും, ഇനി ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവിടെ പറയുന്നതെങ്കിൽ, അതായത് ഇൻഡയറക്ട്ലി വേറെ ഏതെങ്കിലും കോഴ്സ് ഓഫ് ട്രാൻസാക്ഷനിലൂടെ, വേറെ ഏതെങ്കിലും മറ്റ് ട്രാൻസാക്ഷൻസ് റിലേഷൻസിലൂടെ പറഞ്ഞു പോകുന്നതാണ്, അതൊരു പറഞ്ഞപ്പോൾ അതും ഒരു ലോ ആണ്. അപ്പൊ അങ്ങനെ പറയുന്നതാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ലെജിസ്ലേഷൻ ആണ്. എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്ത് പറയുന്ന ലോ മേക്കിങ്ങിനെ ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്നും, അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലെജിസ്ലേച്ചർ വരുന്നത്. ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസിന്റെ കോഴ്സിലൂടെ ഇൻഡയറക്ട്ലി പറയുന്നതാണ്. അങ്ങനെയുള്ള ലോ മേക്കിങ്ങിനെ നമ്മൾ ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്നും പറയും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സുപ്രീം ലെജിസ്ലേഷനും സബോർഡിനേറ്റ് ലെജിസ്ലേഷനും. സുപ്രീം ലെജിസ്ലേഷൻ ആൻഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഇതിൽ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, സുപ്രീം ലെജിസ്ലേഷൻ അതായത് നമ്മുടെ സ്റ്റേറ്റിലെ സോവറിൻ ആയിട്ടുള്ള ബോഡി പറയുന്ന ലെജിസ്ലേഷൻസിനെയാണ് സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാക്ട്ലി ലോ മേക്കിംഗ് അതോറിറ്റി പറയുന്ന
ലെജിസ്ലേഷൻ. അതായത് ആർക്കാണോ നമ്മുടെ സ്റ്റേറ്റിൽ ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുള്ളത് ആ അതോറിറ്റി കൊണ്ടുവരുന്ന ലോസിനെയാണ് സുപ്രീം ആയിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ലെജിസ്ലേഷൻ ഈസ് സെറ്റ് ടു ബി സുപ്രീം വെൻ ഇറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ സോവറിൻ ബോഡി ഇൻ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിലെ ഒരു സോവറിൻ ബോഡി, പരമാധികാരമുള്ള ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻസിനെയാണ് നമ്മൾ സുപ്രീം ആയിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആര് കൊണ്ടുവരുന്നതാണ്? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇമാനേറ്റ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്നൊക്കെ പറയുന്നത് സുപ്രീം ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ആണ്. സോ ഇനി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? എക്സാക്ട്ലി അവർക്ക് പരമാധികാരം ഇല്ല, സോവറിൻ ആയിട്ടുള്ള പവർ ഇല്ല, അതോറിറ്റി ഇല്ല ലോ മേക്ക് ചെയ്യാനായിട്ട്. പക്ഷെ അവർ എന്ത് ചെയ്യുന്നു? അതായത് അവർക്ക് വേറെ ഏതെങ്കിലും ഡെലിഗേറ്റ്ലി പവർ ഏതെങ്കിലും കിട്ടിയിട്ടില്ലാണ്. അപ്പൊ അങ്ങനെ, അതായത് ഇപ്പൊ നമ്മുടെ കോർപ്പറേഷൻസ് പാസ് ചെയ്യുന്ന ലോസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പാസ് ചെയ്യുന്ന ഓർഡർ, ഇതൊക്കെ ലെജിസ്ലേഷൻസ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എക്സാക്ട്ലി അതോറിറ്റി ഉള്ള സോവറിൻ അതോറിറ്റി, എക്സാക്ട് നിയമം ഉണ്ടാക്കാനായിട്ടുള്ള പരമാധികാരമുള്ള അതോറിറ്റി കൊണ്ടുവരുന്നതല്ല. സോ അത് ഒരു എന്താ പറയുക, ഒരു സുപ്പീരിയർ അതോറിറ്റി വഴിയായിട്ട് അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി വഴിയായിട്ട്, അതായത് നമ്മുടെ സുപ്പീരിയർ അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി വഴിയായിട്ട് വാലിഡിറ്റി കിട്ടുകയാണ് ഇവർക്ക് ലോ ഉണ്ടാക്കാനായിട്ട്. അവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയുന്ന ലോസിനെയാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താ? വിച്ച് പ്രൊസീഡ്സ് ഫ്രം ആൻ അതോറിറ്റി, ഏതെങ്കിലും ഒരു അതോറിറ്റി അതർ ദാൻ ദ സോവറിൻ പവർ, പരമാധികാരമുള്ള സോവറിൻ പവർ ഉള്ള അതോറിറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും അതോറിറ്റി വഴിയായിട്ട് പ്രൊസീഡ് ചെയ്ത് പറയുന്ന ലെജിസ്ലേഷനെയാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ. അതായത് ആ അതോറിറ്റി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഫോർ ഇറ്റ്സ് വാലിഡിറ്റി. ആരെ? ഈ പറയുന്ന സുപ്പീരിയർ അതോറിറ്റിയെ അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റിയെ, പരമാധികാരമുള്ള അതോറിറ്റിയെ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു അതോറിറ്റി പറയുന്ന ലെജിസ്ലേഷനെയാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോർപ്പറേഷൻ പാസ് ചെയ്യുന്ന ലോസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പാസ് ചെയ്യുന്ന ഒരു ഓർഡർ, ഇതൊക്കെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ്. ഇനി സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം പരമാധികാരമുള്ള ഒരു അതോറിറ്റി പറയുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആര്? സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാക്ട്ലി ആർക്കാണോ ലോ മേക്കിംഗ് ബോഡി അല്ലെങ്കിൽ അതോറിറ്റി കൊടുത്തിട്ടുള്ള അവർ പറയുന്നതിനെയാണ് സുപ്രീം ലെജിസ്ലേഷൻ. അതല്ലാത്തതൊക്കെ ഏതായിരിക്കും? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. മറ്റ് അതോറിറ്റികൾ, അതായത് സുപ്രീം അതോറിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന മറ്റ് അതോറിറ്റീസ് പറയുന്ന ലോസ് ആണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? സുപ്രീം ആയിട്ടുള്ള ലെജിസ്ലേഷൻ അല്ല, സബോർഡിനേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ് അതൊക്കെ. അപ്പൊ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ 5 തരത്തിലുള്ള, there are 5 chief forms of subordinate legislation. 5 തരത്തിലുള്ള സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ് ഉണ്ടെന്നാണ് സാൽമണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്താണ് കൊളോണിയൽ ലെജിസ്ലേഷൻ. കൊളോണിയൽ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? പണ്ട് ബ്രിട്ടീഷ് കോളനീസ് ആയിട്ടുള്ള സമയത്ത് അവരൊരു സെൽഫ് ഗവൺമെന്റ്, അതായത് ഡിഗ്രീസ് അവരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷ് പാർലമെന്റിന് അവര് ലിമിറ്റഡ് ആയിട്ടുള്ള ലോ മേക്കിംഗ് പവർ കോളനീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് ബ്രിട്ടീഷ് കോളനീസ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സമയത്ത് കോളനീസിന് പവർ കൊടുത്ത് ബ്രിട്ടീഷ് പാർലമെന്റിനാണ് അതോറിറ്റി ഉള്ള ലോ മേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മൾ ആ എക്സാമ്പിളിൽ നേരത്തെ പറഞ്ഞത്. എക്സാക്ട്ലി ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടാക്കുന്ന ലെജിസ്ലേഷൻ ആണെങ്കിൽ എന്താ? സുപ്രീം അതോറിറ്റി ആരാണോ അവർ കൊണ്ടുവരുന്ന ലോസ് ആയിരിക്കും സുപ്രീം ലെജിസ്ലേഷൻ. ഇനി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അവര് വഴിയായിട്ട് മറ്റു പവർ കിട്ടിയിട്ടില്ല, അതായത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റു ലോസ് മേക്ക് ചെയ്യുന്ന ആളുകൾ. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷന് സാൽമണ്ടിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുന്നത്. അതിൽ കൊളോണിയൽ ലെജിസ്ലേഷൻ. ഇപ്പൊ കൊളോണിയൽ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ബ്രിട്ടീഷ് കോളനീസ് പണ്ട് ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് കോളനീസ് ആയിട്ടുള്ള സെൽഫ് ഗവൺമെന്റ് ആയിട്ട് അവർ പ്രവർത്തിച്ചിരുന്ന ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടീഷ് പാർലമെന്റ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് എല്ലാ കാര്യങ്ങളും അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ലോ മേക്കിംഗ് പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്? കോളനീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളനീസ് മേക്ക് ചെയ്യുന്ന ലോസിനെ നമ്മൾ എന്തെന്ന് പറയും? കൊളോണിയൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻ. അപ്പൊ കൊളോണിയൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എക്സാമ്പിൾ ആണ്. അതായത് സുപ്രീം ലെജിസ്ലേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു അതോറിറ്റി കൊണ്ടുവരുന്ന നിയമങ്ങൾ, അവർ പ്രൊസീഡ് ചെയ്യുന്ന ലോസ്. ഇപ്പൊ കൊളോണിയൽ ലെജിസ്ലേഷൻ അതിനൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ലെജിസ്ലേച്ചർ, ഇവിടെ നമുക്ക് ലെജിസ്ലേച്ചർ എല്ലാ കാര്യങ്ങളിലും നിയമം ഉണ്ടാക്കുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ലോസ് മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവിന് ഡെലിഗേറ്റ് ചെയ്ത്, വിച്ച് മീൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമെങ്കിലും കൺട്രോൾ ആർക്കുണ്ടാകും? ഈ പറയുന്ന ലെജിസ്ലേച്ചറിന് ഉണ്ടാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ മറ്റ് റൂളുകളാണെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ പാസ്സാക്കുന്നുണ്ട്. ദാറ്റ് ടു കൺസിഡർഡ് ആസ് എ ലോ. അതും എന്ന് പറയുന്ന ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 13 അണ്ടറിൽ ലോ എന്താന്ന് പറയുന്നുണ്ട്. 13 ക്ലോസ് 3 അണ്ടറിൽ ലോ എന്താന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലോ ഇൻക്ലൂഡ്സ് എന്ന് പറയും എവറി ലോസ്, ബൈലോസ്, റൂൾ, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് പവർ കൊടുത്ത ഒരു അതോറിറ്റി കൊണ്ടുവരുന്ന, എക്സിക്യൂട്ടീവ് അതോറിറ്റി കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻ, അതെന്ന് പറയുന്നത് എന്താ? സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി പറയുന്ന ലെജിസ്ലേഷൻ അല്ല. അപ്പൊ അത് ഏതിൽ വരും? സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ വരും. അപ്പൊ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്
ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലോ പാസ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്, നമ്മുടെ സെക്കൻഡ് അതോറിറ്റി ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സെക്കൻഡ് ബ്രാഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ 3 ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്, അതിൽ സെക്കൻഡ് ബ്രാഞ്ച് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പാസ് ചെയ്യുന്ന ലോസിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പാർലമെന്റിന് ടൈം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളിലും എനാക്ട്മെന്റ് കൊണ്ടുവരാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു മാറ്റേഴ്സിലും എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് പാർലമെന്റിന് പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ചില മാറ്റേഴ്സിൽ ലോസ് മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള പവർ അനുസരിച്ച് എക്സിക്യൂട്ടീവ്സ് റൂൾ, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ മേക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ടു കൺസിഡർ ആസ് ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരുണ്ടാക്കുന്ന നിയമങ്ങളെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്, ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ഡെലിഗേറ്റേഴ്സ് നോൺ പൊട്ടസ് ഡെലിഗേർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത അതായത് ഏതെങ്കിലും ഒരു പാരന്റ് ആക്ട് അങ്ങ് ഉണ്ടാക്കും, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാക്കി ആ പാരന്റ് ആക്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഏതെങ്കിലും സെക്ഷൻസ് പ്രകാരം ഇന്ന എക്സിക്യൂട്ടീവ് അതോറിറ്റി, അതായത് കളക്ടറിന് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറിന് വേണമെങ്കിൽ ഇന്ന ഓർഡേഴ്സ് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷണറിന് ഇങ്ങനെയുള്ള ഓർഡേഴ്സ് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എക്സിക്യൂട്ടീവ് അതോറിറ്റീസിന് ആ ആക്ട് പ്രകാരം പവർ അവർ കൺഫർ ചെയ്ത് കൊടുക്കും ലെജിസ്ലേച്ചർ. അപ്പൊ അങ്ങനെ ലെജിസ്ലേച്ചർ കൺഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള പവർ അനുസരിച്ച് ഇവർ എന്ത് ചെയ്യും, ലോസ് മേക്ക് ചെയ്യും. അങ്ങനെ ഇവർ മേക്ക് ചെയ്യുന്ന റൂൾസ്, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തൊക്കെയാണോ പാരന്റ് ആക്ട് പ്രകാരം കൺഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള പവർ, അതല്ലാതെ വേറൊരു ലോ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പാരന്റ് ആക്ട് പ്രകാരം ആക്ച്വലി കൺഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള പവർ പ്രകാരം ഇവർക്ക് ലോസ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എടുക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇനി ജുഡീഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻ. ഇപ്പൊ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ജുഡീഷ്യറി പറയുന്നത്. എക്സാക്ട്ലി ജുഡീഷ്യറിക്ക് പവർ ഉണ്ടോ ലോ മേക്ക് ചെയ്യാനായിട്ട്? ഇല്ല. അപ്പൊ ജുഡീഷ്യറി പറയുന്ന ലോസ് എന്ന് പറയുന്നത്, ജുഡീഷ്യറി മേക്ക് ചെയ്യുന്ന ലോസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ലോസ് ആയിരിക്കും? ജുഡീഷ്യറി മേക്ക് ചെയ്യുന്ന അതൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. അതായത് സുപ്രീം അതോറിറ്റി മേക്ക് ചെയ്യുന്ന ലോ മേക്ക് ചെയ്യാനായിട്ട് ഗവൺമെന്റിൽ അതോറിറ്റി മേക്ക് ചെയ്യുന്ന ലോസ് അല്ല, അതല്ലാതെ സബോർഡിനേറ്റ് ആയിട്ടുള്ള അതോറിറ്റി മേക്ക് ചെയ്യുന്ന ലോസ് ആണ് judicial act legislation. So superior courts have the power of rule making for its own procedure. അതായത് അവർക്ക് ആ ഒരു അവരുടേതായ ലോ മേക്കിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് സുപ്പീരിയർ ആയിട്ടുള്ള കോടതികൾക്ക് ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അവർ മേക്ക് ചെയ്യുന്ന ലോസ് ആണെങ്കിൽ അതിനൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നായിരിക്കും പറയുന്നത്. അതായത് നമുക്കറിയാം ഇപ്പൊ ഹൈക്കോർട്ടൊക്കെ ആണെങ്കിലും പ്രീസിഡൻസുകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർ ലോ മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ ലെജിസ്ലേഷൻ ഇല്ലെങ്കിൽ ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കോടതി മേഡ് ചെയ്യുന്നതൊക്കെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ തന്നെയാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള പവർ അനുസരിച്ച് ചെയ്യുന്നതാണ്. എക്സാക്ട്ലി അവരല്ല സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി. അപ്പൊ അതൊക്കെ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മുനിസിപ്പൽ ബോഡീസ് നമുക്കറിയാം, ഈ പറയുന്ന വാട്ടർ ടാക്സ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സെസ് അടയ്ക്കാനായിട്ട്, പ്രോപ്പർട്ടി ടാക്സ് കരം അടയ്ക്കാനായിട്ട്, ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്, പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ്, സാനിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുനിസിപ്പൽ ബോഡീസിനും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള മുനിസിപ്പൽ ബോഡീസിനും ഒക്കെ ഡെലിഗേറ്റ് ചെയ്തിട്ട് പവർ കൊടുത്തിട്ടുണ്ട് ലെജിസ്ലേച്ചർ ആണ് നമ്മുടെ എക്സാക്ട്ലി സുപ്രീം അതോറിറ്റി. അപ്പൊ അവര് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പവേഴ്സ് മുനിസിപ്പൽ ബോഡീസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുനിസിപ്പൽ ബോഡീസ് എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടിയിട്ടുള്ള ഡെലിഗേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പവേഴ്സ് അനുസരിച്ച് അവർ ഈ പറയുന്ന റെഗുലേഷൻസ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏത് അധികാര പരിധിയാണോ കിട്ടിയിട്ടില്ല ജൂറിസ്ഡിക്ഷൻ ഉള്ള ഏരിയ, ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വരുന്നതാണെങ്കിൽ ആ ഒരു അധികാര പരിധിയിൽ ഇപ്പൊ ഒരു കരം ചുമത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി ടാക്സ്, വെള്ളത്തിന്റെ കരം വരണമെങ്കിലും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലിമിറ്റഡ് ജൂറിസ്ഡിക്ഷന് പുറത്ത് അവർക്ക് പവർ ഉണ്ട്. എന്ത് റെഗുലേഷൻസ് ഒക്കെ പറയാൻ. അങ്ങനെ അവർ പറയുന്ന റെഗുലേഷൻസ് ഒക്കെ എന്താ, എക്സാക്ട്ലി സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി പറയുന്ന ലെജിസ്ലേഷൻ ആണോ? അല്ല, അതൊക്കെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷനിൽ വരും. അതായത് മറ്റൊരു അതോറിറ്റിയെ, പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ അതോറിറ്റി അവിടെ ഉണ്ട് ലോ മേക്ക് ചെയ്യാനായിട്ട്, അതായത് ഒരു ഓർഗൻ ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന മറ്റു അതോറിറ്റി പറയുന്ന ഒരു ലോ ആണെങ്കിൽ അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ലോസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ലെജിസ്ലേഷൻസ് ആണെങ്കിൽ അതിനെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയാം. അതായത് മുനിസിപ്പൽ ബോഡീസ് എൻജോയ് ബൈ ഡെലിഗേഷൻ, ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള പവർ അനുസരിച്ച് ഫ്രം ദി ലെജിസ്ലേച്ചർ അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത പവർ അനുസരിച്ച് എ ലിമിറ്റഡ് പവർ ഓഫ് മേക്കിംഗ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റഡ് പവർ അവർക്കുണ്ട്. എന്തിനു വേണ്ടി, ഫോർ ദി ഏരിയ അണ്ടർ ദർ ജൂറിസ്ഡിക്ഷൻ, അവരുടെ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഏരിയയിലേക്ക് അവർക്ക് റൂൾസ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. ഫോർ ദി ലിമിറ്റഡ് പർപ്പസ് such as water tax അല്ലെങ്കിൽ ലാൻഡ് അർബൻ സെസ്, പ്രോപ്പർട്ടി ടാക്സ്, ടൗൺ പ്ലാനിങ്, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ അവർക്ക് അധികാര പരിധി കിട്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് ആ ലിമിറ്റഡ് പേർപ്പസിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ മേക്ക് ചെയ്യുന്ന റെഗുലേഷൻസ് എല്ലാം എന്ത് ലെജിസ്ലേഷൻസ് ആ, മുനിസിപ്പൽ ലെജിസ്ലേഷൻസ് ആണ്. അത് ഏതിൽ വരുന്നത്, സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ വരുന്നതാണ്.
അപ്പൊ എക്സാക്ട് ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള ഓർഗൻ ഏതാണോ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബ്രാഞ്ച്, അവർ മേക്ക് ചെയ്യുന്നതൊക്കെ സുപ്രീം ലെജിസ്ലേഷൻ. അതല്ലാത്ത ബാക്കിയുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റ് അതോറിറ്റീസ് ഒക്കെ മേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇതൊക്കെ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ വരും. അപ്പൊ അങ്ങനെയുള്ള സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ, ജുഡീഷ്യൽ ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ ഇപ്പൊ മുനിസിപ്പൽ ലെജിസ്ലേഷൻ, ഓട്ടോണോമസ് ലെജിസ്ലേഷൻ, പിന്നെ ഏതായിരുന്നു കൊളോണിയൽ ലെജിസ്ലേഷൻ ഒക്കെ. ഇനി ഓട്ടോണോമസ് ലെജിസ്ലേഷൻ. എന്ത് ഈ ഓട്ടോണോമസ് ലെജിസ്ലേഷൻ? നമുക്കറിയാൻ പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരു സർക്കുലർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു റെയിൽവേ കമ്പനി ഒരു ബൈലോ കൊണ്ടുവന്നു, പഞ്ചായത്ത് ബൈലോ ഒക്കെ കൊണ്ടുവരില്ല, ഇപ്പൊ ഹരിതകർമ്മസേനയുടെ ബൈലോ ഒക്കെ. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഓട്ടോണോമസ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പ്രൈവറ്റ് പേഴ്സൺസ് to which the sovereign power lends to its sanction or authority are called autonomic laws. അപ്പൊ അങ്ങനെയുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള അതോറിറ്റീസ് അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്കൊരു സോവറിൻ പവർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള പവർ അനുസരിച്ച് അതിലേതെങ്കിലും അതോറിറ്റി ആ ഒരു പേഴ്സണ് കിട്ടിയിട്ടുള്ള സോവറിൻ പവർ അനുസരിച്ച് അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലോസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെയിൽവേ കമ്പനി കൊണ്ടുവരുന്ന ഒരു ബൈലോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മേഡ് ചെയ്യുന്ന റൂൾസ്, ഇതൊക്കെ ഓട്ടോണോമിക് ആയിട്ടുള്ള ലോസ് ആണ്. ഇതും ഏതാണ്? സബോർഡിനേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷനിൽ വരുന്നതാണ്. ഇതും സുപ്രീം ലെജിസ്ലേഷൻ അല്ല. സുപ്രീം ലെജിസ്ലേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? എക്സാക്ട്ലി നമ്മുടെ ലോ മേക്കിംഗ് അതോറിറ്റി ആയിരിക്കണം. ഇതല്ല, ഇവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് ഇവരിലൊരു അതോറിറ്റിക്ക്. അപ്പൊ അങ്ങനെ അതനുസരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല സോവറിൻ പവർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ല അനുസരിച്ച് ആ അതോറിറ്റി പ്രൈവറ്റ് പേഴ്സൺ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അതിൽ അതോറിറ്റിയിൽ ആ പ്രൈവറ്റ് പേഴ്സൺ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? ഓട്ടോണോമസ് ആയിട്ടുള്ള ലെജിസ്ലേഷനിൽ വരുന്നത്. ഇപ്പൊ കേരള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി, ഇതൊക്കെ എന്താണ്? ഓട്ടോണോമസ് ആയിട്ടുള്ള ലെജിസ്ലേഷനിൽ വരുന്നതാണ്, എക്സാക്ട് ലോ മേക്കിംഗ് അതോറിറ്റി അല്ല. ഇനി ഇതിൽ നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ നമ്മൾ ഒരെണ്ണം നോക്കിയായിരുന്നു, ഏതാ? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ നമുക്ക് ഇവിടെ ഉള്ളതാണ്. എന്താ? ലെജിസ്ലേച്ചർ കുറച്ച് കാര്യങ്ങൾ ലോ മേക്ക് ചെയ്തിട്ട്, അതായത് ഒരു പാരന്റ് ആക്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി അതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള റൂളും റെഗുലേഷനും ഒക്കെ ഉണ്ടാക്കാൻ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് ആ ആക്ടിന്റെ അണ്ടറിൽ തന്നെ ഒരു സെക്ഷൻ പ്രകാരം പവർ കൊടുക്കും. അങ്ങനെ ആ അതോറിറ്റി കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻസിനെ, അതിന്റെ അണ്ടറിൽ അവർ കൊണ്ടുവരുന്ന റൂൾ, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻ, ഇതിനെയൊക്കെ നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ഡിഫറെന്റ് ലോസ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ പാസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലോസ് അനുസരിച്ച്, അതായത് പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റീസിന് എന്തുണ്ടാകും? അവർക്ക് റൂളുകൾ, ആ നിയമത്തിന്റെ അണ്ടറിൽ മറ്റു റൂളുകളും റെഗുലേഷൻസും മേക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി എക്സിക്യൂട്ടീവ് അതോറിറ്റീസിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതനുസരിച്ച് അവർ മേക്ക് ചെയ്യുന്ന റൂൾ ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ആവശ്യമാണ് നമുക്കിവിടെ. എന്തിന്റെ ബേസിസിൽ? കാരണം ലെജിസ്ലേച്ചറിന് എന്ന് പറയുന്നത് സമയമില്ല എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോസും മേക്ക് ചെയ്യാനായിട്ട്. സോ ഇറ്റ് വിൽ പാസ് ഓൺലി ദ സ്കെൽട്ടൺ ലോസ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് എക്സാക്ട് ആ ആക്ട് മാത്രമേ പറയുള്ളൂ. ആ ആക്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഫ്ലഷും ബ്ലഡും ഒക്കെ കൊടുക്കേണ്ടത് ആരിലേക്ക് കൊടുക്കും? അതാത് ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസിന് കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ട് കൊണ്ടുവന്നു, ആ ആക്ടിന്റെ അണ്ടറിൽ മറ്റ് നോട്ടിഫിക്കേഷൻ, റൂള്, റെഗുലേഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഒരു അതോറിറ്റി ഡിസ്ട്രിക്ട് കളക്ടറിന് കൊടുത്തു. അതിന്റെ സെക്ഷൻ 3 പ്രകാരം, ആക്ടിന് സെക്ഷൻ 3 പ്രകാരം ഡിസ്ട്രിക്ട് കളക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾ, റെഗുലേഷൻസ് ഒക്കെ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി അവർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവർ ആ ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസ് ആയിരിക്കും ബാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഒക്കെ കൊടുത്ത് ആ ഒരു ആക്ടിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ പാസ്സാക്കുന്നത്. ഇവർ ആ ഒരു സ്കെൽട്ടൻ ബോഡി, ആ ഒരു പാരന്റ് ആക്ട് നമ്മൾ അതിനെ പറയും. ആ പാരന്റ് ആക്ട് മാത്രമാണ് ലെജിസ്ലേച്ചർ എനാക്ട് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള പവർ ആർക്ക് കൊടുക്കും? എക്സിക്യൂട്ടീവ് അതോറിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് കൊടുക്കും. അപ്പൊ അങ്ങനെ സർട്ടൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ക്യാൻ ബി ഹാൻഡിൽഡ് ഓൺലി ബൈ ദ എക്സ്പെർട്സ്. അത് അങ്ങനെ കൊടുക്കുന്നതിന്റെ ഒരു റീസൺ ഇവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ലെജിസ്ലേച്ചറിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനാക്ട് ചെയ്യാൻ. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ടെക്നിക്കൽ മാറ്റേഴ്സ്, അതായത് ആ ആക്ടുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ലെജിസ്ലേച്ചറിന് പറ്റുന്നതിന് പറയും ഇപ്പൊ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ആ അതോറിറ്റിയാണ് അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയേണ്ടത്. ബിക്കോസ് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം അങ്ങനെയുള്ള ടെക്നിക്കൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ സർട്ടൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ക്യാൻ ബി ഹാൻഡിൽഡ് ഓൺലി ബൈ ദ എക്സ്പേർട്സ് വഴിയായിട്ട് മാത്രമേ ചില ടെക്നിക്കൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? ബെയർ ആയിട്ടുള്ള പ്രൊവിഷൻ ഓഫ് ലോ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റൂളുകളും റെഗുലേഷൻസ് ഒക്കെ ആര് വഴിയായിട്ട് ഫില്ല് ചെയ്യാൻ വിടും? എക്സ്പേർട്ടുകൾക്ക് വഴിയായിട്ട് ഫില്ല് ചെയ്യാൻ വിടും, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് വഴിയായിട്ട്. അപ്പൊ അതും ഒരു റീസൺ ആണ് ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ ഇമ്പോർട്ടൻസ് വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആസ് ദ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഈസ് വെരി ലെങ്തി. നമുക്കറിയാം ലെജിസ്ലേച്ചർ ഒരു ലോ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. ആദ്യം ബില്ല് അവതരിപ്പിക്കുക, അതിന് അവസാനം പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്നത് വരെയും ഒരു പ്രൊസീജിയർ ഉണ്ട്, ലെങ്തി പ്രൊസീജിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് മേ നോട്ട് ബി യൂസ്ഫുൾ ഇൻ ടൈംസ് ഓഫ് എർജൻസി ആൻഡ് എമർജൻസി. അതായത് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എർജൻസി ഉള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെ ഇതിൽ എല്ലാ റൂളുകളും റെഗുലേഷൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്
ഒരു ടൈം ലെങ്തി ആയിട്ടുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ, അതായത് ഇതാണ് ആക്ട്, ഈ ആക്ട് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതിന്റെ ഒബ്ജക്ട് ഇതൊക്കെയാണ്, ആക്ടിന് അണ്ടറിൽ ഇന്ന അതോറിറ്റി ഒക്കെ ഉണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഈ അതോറിറ്റിക്ക് ഇന്ന പവേഴ്സ് ഉണ്ട്, ആക്ടിന് അണ്ടറിൽ ഇന്ന പ്രൊവിഷൻസ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവിന് റെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. സോ ഇങ്ങനെ പറയുന്ന ആ ഒരു അവർക്ക് കൊടുത്തിട്ടുള്ള ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള പവർ അനുസരിച്ച് അവർ കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻസിനെ നമുക്ക് എന്ത് പറയാം, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയാം. ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ പുറത്ത് കൺട്രോൾ ആർക്കായിരിക്കും, കൺട്രോൾ എന്ന് പറയുന്നത്, അപ്പൊ ഇത് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് പാർലമെന്ററി കൺട്രോൾ ആയിരിക്കും. അതായത് പാർലമെന്റിന് എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടാകും ഈ ഒരു ഡെലിഗേറ്റ് എക്സിക്യൂട്ടീവ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ പുറത്ത്. അതായത് അവർക്ക് പവർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ വഴിയായിട്ട് അവർ കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷന്റെ പുറത്ത് എപ്പോഴും പാർലമെന്റിന് കൺട്രോൾ ഉണ്ടാവും. പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, അത് വേണമെങ്കിൽ അമെൻഡ് ചെയ്യണമെങ്കിൽ അമെൻഡ് ചെയ്യാം, പാർലമെന്റ് ഏതിലോ അമെൻഡ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ അവർക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ഭേദഗതി വരുത്താം, അത് വേണമെങ്കിൽ റിഫ്യൂസ് ചെയ്യാം. ഈ പറയുന്ന മിനിസ്റ്ററിന്റെ ആ ഒരു ഏതെങ്കിലും അതോറിറ്റി മിനിസ്റ്ററിന്റെ പവേഴ്സ് വേണമെങ്കിൽ റിഫ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് അതോറിറ്റി അതിന്റെ പവർ ആ കൊടുത്തിട്ടുള്ളത് റിഫ്യൂസ് ചെയ്യാൻ ഒക്കെ പാർലമെന്റിന് പറ്റും. അപ്പൊ ഈ പറയുന്ന ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, പാർലമെന്ററി കൺട്രോളിന്റെ അണ്ടറിലായിരിക്കും. അതായത് US ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നോട്ട് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ, ഹെൻസ് കൺട്രോൾ ഓഫ് ദി കോൺഗ്രസ് ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഈസ് മോസ്റ്റ്ലി ഇൻഡയറക്ട്ലി ത്രൂ ദ administrative agency to submit the periodicals, special reports, etc. India also follows the same method. അതായത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും US പോലെ തന്നെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ലോ മേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ടീവിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി ഉണ്ടല്ലോ, അവരാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്നാണ്, ഇവർ അതുമായി ബന്ധപ്പെട്ട പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ അതിന്റെ ഓരോരോ സ്പെഷ്യൽ റിപ്പോർട്ടുകളൊക്കെ ലെജിസ്ലേച്ചറിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. ഓക്കെ, ഇന്ത്യയിലും ഇതേപടി തന്നെയാണ്. ഇവരെന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഇവരുടെ പുറത്തുള്ള ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനാണ്, പാർലമെന്റിന് തന്നെയാണ്. ഇനി പ്രൊസീജിയറിലായിട്ടുള്ള കൺട്രോൾ, നമ്മൾ പാർലമെന്ററി കൺട്രോൾ പറഞ്ഞു, ഇനി പ്രൊസീജിയറിലായിട്ടുള്ള കൺട്രോൾ എങ്ങനെയാണ്, അതായത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസിന്റെ അണ്ടറിൽ ലോ മെയ്ഡ് ചെയ്യുന്ന സമയത്ത് laws made under the delegated legislation should be laid down before the legislature. അതായത് ഇപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അണ്ടറിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി റൂളും റെഗുലേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ പവർ അനുസരിച്ച് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ എവിടെ കൊണ്ടുവയ്ക്കണം, ലെജിസ്ലേച്ചറിന്റെ അടുത്ത് അപ്രൂവലിന് കൊണ്ട് വെക്കേണ്ടതാണ്. ഇപ്പൊ ലെജിസ്ലേച്ചർ അതൊരു പ്രൊസീജിയർ ഫോർമാലിറ്റിയാണ്. ലെജിസ്ലേച്ചറിന് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അപ്രൂവലിന് വെക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യണമെങ്കിൽ റിപ്പീൽ ചെയ്യാം. ആ ലോസ് അവർക്ക് നീഡഡ് ആണെങ്കിൽ അതനുസരിച്ച് അവർക്ക് അത് ചെയ്യാവുന്നതാണ്. അമെൻഡ് ചെയ്യണമെങ്കിൽ അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യണമെങ്കിൽ റിപ്പീൽ ചെയ്യാം. ആവശ്യമില്ലാത്തതാണെങ്കിൽ അവരുടെ ആ ഒരു നീഡ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പ്രൊസീജിയറൽ മെത്തേഡ് എന്ന് പറയുന്ന പ്രൊസീജിയറൽ ആയിട്ടുള്ള രീതിയിലും കൺട്രോൾ ആര് വരുന്നുണ്ട്, പാർലമെന്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ലെജിസ്ലേച്ചറിന്റെ ഭാഗത്ത് എക്സിക്യൂട്ടീവ് അതോറിറ്റി കൊണ്ടുവരുന്ന ഡെലിഗേറ്റഡ്ലി അവർ ഡെലിഗേറ്റ് ചെയ്ത് അവർ കൊണ്ടുവരുന്ന ലെജിസ്ലേഷനിലും പ്രൊസീജിയറൽ കൺട്രോൾ ലെജിസ്ലേച്ചറിന് വരുന്നുണ്ട്. അതായത് prior consultation of interests which are likely to be affected by the proposed delegated legislation. അതായത് ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനിൽ ഇവർ എന്ത് ചെയ്യും, അതിൽ എന്തൊക്കെയാണ് ഇവർ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്ന് ഇവർ പബ്ലിസിറ്റി ചെയ്യുന്നതിന് മുമ്പ്, അതായത് ആളുകളിലേക്ക് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഇവിടെ ലെജിസ്ലേച്ചറിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും, പബ്ലിഷ് ചെയ്യും. പബ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, പ്രയർ പബ്ലിസിറ്റിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു എന്തൊക്കെയാണ് അതിന്റെ ഇൻട്രസ്റ്റുകൾ കാര്യങ്ങൾ എന്നുള്ള ഇവരെ അറിയിക്കും, ലെജിസ്ലേച്ചറിനെ അറിയിക്കും. അപ്പോൾ ഇന്ത്യയിലും ഇവൻ ദോ ദർ ഈസ് നോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല ഈ പറയുന്ന പ്രയർ കൺസൾട്ടേഷൻ, നേരത്തെ ഈ പറയുന്ന പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ കൊണ്ടുവന്നിട്ടുള്ള റൂൾ ആൻഡ് റെഗുലേഷൻ എക്സിക്യൂട്ടീവ് അതോറിറ്റി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പ്രീവിയസ് ആയിട്ടുള്ള പബ്ലിക്കേഷന് മുമ്പ് ഇവരെ കൺസൾട്ട് ചെയ്യണം. ആരെ, നമ്മുടെ ലെജിസ്ലേച്ചറിനെ കൺട്രോൾ അവരുടെ പുറത്താണല്ലോ. സോ അവർ കൺസൾട്ട് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പ്രസ് പ്രൊവിഷൻ ഇല്ല. എന്നാൽ പോലും ഇവൻതോ അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ പറയുന്നില്ല പോലും അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ചില കേസസിൽ, ഒരുപാട് കേസസിലും കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2 ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1946 സെക്ഷൻ 2 പ്രകാരം പറയുന്നുണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി പബ്ലിഷ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ലേഡ് ബിഫോർ ദ ഹൗസ് ഓഫ് പാർലമെന്റ്. അതായത് സ്റ്റാറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെക്ഷൻ 2 പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ, അതോറിറ്റി കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ട് അവിടെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഹൗസ് ഓഫ് പാർലമെന്റിൽ അത് ലേഡ് ബിഫോർ ചെയ്തിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. ഇനി ജുഡീഷ്യലിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴിയായിട്ട് ഇവര് കൊണ്ടുവരുന്ന ഒരു എക്സിക്യൂട്ടീവ് കൊണ്ടുവരുന്ന ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയും, അവരങ്ങനെ മെയ്ഡ് ചെയ്യുന്ന ലോസിനെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന് പുറത്ത് ആർക്ക് കൺട്രോൾ ഉണ്ട്, പാർലമെന്റിന് ഓൾറെഡി ഒരു കൺട്രോൾ ഉണ്ട് അവരുടെ പുറത്ത്.
പിന്നെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് കൊണ്ട് വെക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറലായിട്ടുള്ള കൺട്രോളും ഉണ്ട്. ദെൻ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ റെഫ്യൂസ് ചെയ്യാൻ, വേണ്ടെന്ന് വെക്കാം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ജുഡീഷ്യൽ കൺട്രോൾ, അതായത് ഇപ്പൊ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുക, ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. അതായത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള പവർ അനുസരിച്ച് അവർ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഏതെങ്കിലും ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അങ്ങനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ ഇവർ കൊണ്ടുവന്നേ. അപ്പൊ ആർക്ക് അവിടെ ഇടപെടാൻ പറ്റും? ജുഡീഷ്യറിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ കോർട്സിന് ഡയറക്റ്റ് ആയിട്ടല്ല കൺട്രോൾ എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ കോടതിക്ക് അവിടെ ഉണ്ട്. കോർട്ട് കനോട്ട് ആക്ച്വലി അനൽ ദ സബോർഡിനേറ്റ് എനാക്ട്മെന്റ്സ്, അതായത് സബോർഡിനേറ്റ് ആയിട്ടുള്ള അവർ കൊണ്ടുവന്ന റൂൾ ആൻഡ് റെഗുലേഷൻസ് ആക്ച്വലി അത് റിജക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ആപ്ലിക്കബിൾ, അതായത് ഈ സിറ്റുവേഷനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ റെഗുലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കബിൾ അല്ല എന്നും പറഞ്ഞ് ആ ഒരു സാഹചര്യങ്ങളിലും ഡിക്ലെയർ ചെയ്യാനായിട്ട് കോടതിക്ക് പറ്റുന്നതാണ്. അപ്പൊ ഇൻഡയറക്ട്ലി കൺട്രോൾ ആരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്? ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും ഈ ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസിൽ വരുന്നുണ്ട്. കോടതി certain powers, കോടതിക്കും എന്തുണ്ട്? ഓൾസോ ഹാവ് ദ certain direct powers or the acts and procedure of public authority, അതായത് ഓരോ ഡെലിഗേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ്, അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ്, അവർ കൊണ്ടുവരുന്ന ആക്ട്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലും അവരുടെ പ്രൊസീജിയേഴ്സിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള പവേഴ്സ് കോടതിക്കും ഉണ്ട്. സർട്ടൻ ഡയറക്റ്റ് പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദീസ് ആർ ദ സർട്ടൻ കോർട്ട് ഓർഡേഴ്സ്. അതായത് നമുക്ക് പറയാം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും, കോർട്ട് ഓർഡേഴ്സ്. ഇതിപ്പോ ഒരു കേസുകളാണ് കുറച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇൻ റീ ഡൽഹി ലോ ആക്ട് കേസ്, ആ ഒരു കേസിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മെജോറിറ്റി ഹെൽഡ് ചെയ്തിട്ടുണ്ട്, ഭൂരിഭാഗം ഹെൽഡ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ഇതായിരുന്നു: എക്സസൈസ് ഓഫ് ഡെലിഗേറ്റഡ് ലോ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ടീവ് അതോറിറ്റി എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, മേക്കിംഗ് പവർ ടു ബി ഇൻവാലിഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ എനാബിളിംഗ് ആക്ട് സക്സീഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്സ്. അതായത് ഈ പറയുന്ന എന്ത് ചെയ്യണം? നമ്മൾ ഈ പാരന്റ് ആക്ട് കൊണ്ടുവന്നിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ ഇവരൊരു സ്കെൽട്ടൺ ആക്ട് കൊണ്ടുവരും, ഏതെങ്കിലും ഒരു ആക്ട് നിർമ്മിക്കും ലെജിസ്ലേച്ചർ, എന്നിട്ട് അത് വഴിയായിട്ട് ഒരു അതോറിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ അതോറിറ്റിക്ക് എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു റൂളുകൾ റെഗുലേഷൻ ഒക്കെ കൊണ്ടുവന്നാൽ വേണ്ടി പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആക്ടിന്റെ ഒരു സെക്ഷൻ പ്രകാരം. അപ്പൊ അങ്ങനെ അനുസരിച്ച് ഇവർ റൂൾ ആൻഡ് റെഗുലേഷൻ ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയും. ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന് പുറത്ത് ആർക്ക് കൺട്രോൾ ഉണ്ട്? ജുഡീഷ്യറിക്ക് കൺട്രോൾ ഉണ്ട്. അത് എങ്ങനെ ജുഡീഷ്യറിക്ക് കൺട്രോൾ വരുന്നതെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ്. അതായത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു, അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റി കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ എങ്ങനെയായിരിക്കണം? ആ പാരന്റ് ആക്ടിന്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അപ്പൊ ആ ആക്ടിന്റെ പ്രൊവിഷന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് ആക്ടിന് വേണ്ടി റൂൾ ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാവരുത്. അതാണ് പാരന്റ് ആക്ടിന് വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. അതുപോലെ തന്നെ വേറെ ഒന്നിനെയും വയലേറ്റ് ചെയ്യരുത്. അതേതാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യരുത്. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അവർ കൊണ്ടുവന്ന റൂൾ ആൻഡ് റെഗുലേഷൻ ഇൻവാലിഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ, വയലേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കോടതിക്ക് അവിടെ ഇടപെടാനായിട്ട് പറ്റും. അതാണ് ഈ കേസിൽ പറഞ്ഞേക്കലേ. അതുപോലെ തന്നെ CP റെഗുലേഷൻ ഓഫ് മാനുഫാക്ചർ ഓഫ് BDs ആക്ട് 1948 ഒരു ആക്ട് ആയിരുന്നു. ഈ ഒരു ആക്ടില് വിച്ച് പെർമിറ്റഡ് ദ പ്രൊഹിബിഷൻ അപ്പോൺ ദോസ് ക്യാരിങ് ഓൺ ബിസിനസ് ഓഫ് BD ബിസിനസ് ക്യാരി ചെയ്യുന്നവരെ പ്രൊഹിബിഷൻ പെർമിറ്റ് ചെയ്തേക്കുമായിരുന്നു അഗ്രികൾച്ചറൽ സീസണിൽ നടത്തുന്നത്. അപ്പൊ അത് ആർട്ടിക്കിൾ 19 clause 1 clause C വയലേഷൻ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ആക്ടിന്റെ പ്രകാരം നമ്മുടെ മാനുഫാക്ചർ ഓഫ് BD ആക്ട് 1948 അണ്ടറിൽ അതോറിറ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഒരു റൂള് കൊണ്ടുവന്നു. ആ ഒരു റൂൾ എന്താണെന്ന് പറഞ്ഞത്? 19 clause 1 clause C, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ ആക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എയർ ഇന്ത്യ വേഴ്സസ് നർഗേഷ് മിശ്രയുടെ കേസ്, അതായത് നമ്മൾ എയർ ഇന്ത്യ വേഴ്സസ് നർഗേഷ് മിശ്രയുടെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ പറയുന്ന നമ്മൾ എയർ ഇന്ത്യ അവർ റെഗുലേഷൻ റൂൾസ് കൊണ്ടുവന്നു, പ്രഗ്നന്റ് ലേഡീസിൽ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ടെർമിനേറ്റ് ആയി പോകുന്നുള്ളത്. അപ്പൊ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ഈ ഒരു അവർ കൊണ്ടുവന്ന അവിടുത്തെ ആ ഒരു എയർ ഹോസ്റ്റസ് റൂൾസ് അല്ലേ, അപ്പൊ അവിടുത്തെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇങ്ങനെ കൊണ്ടുവന്ന അവിടെ ആക്ടിന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അവർ കൊണ്ടുവന്ന ആ റൂൾ എന്താണ്? ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിക്ക് എഗനിസ്റ്റ് ആണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ അവർ എയർ ഹോസ്റ്റസ് ജോലിയിൽ നിന്നും അവരെ ടെർമിനേറ്റ് ആയി പോകും എന്ന് പറയുന്നത് അവരുടെ ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. സോ അപ്പൊ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസും എന്ത് ചെയ്യാൻ പറ്റും? ജുഡീഷ്യറിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാതെ, അതല്ലെങ്കിൽ പാരന്റ് ആക്ടിനെ വയലേറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ. അതുപോലെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ റൂൾ അഡ്മിഷന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്ന റൂളായിരുന്നു ടു ഈവനിങ് LLB ക്ലാസ്സസിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ജനറലി ദ കോർട്സ് ഡിഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ റീസണബിൾനെസ് ഓഫ് അതർവൈസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് റൂൾ. സാധാരണഗതിയിൽ കോടതി ഇടപെടാറില്ല, അതിന്റെ റീസണബിൾനെസ് ഒക്കെ നോക്കിയിട്ട് ഇന്റർഫിയർ ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാലും അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഗൻസ്റ്റ് അല്ലെങ്കിൽ ആ പാരന്റ് ആക്ട്, അവർക്ക് ഏത് ആക്ട് വഴിയാണോ പവർ കിട്ടിയിട്ടുള്ള ആ ആക്ടിനെതിരായിട്ടൊക്കെ ആണെങ്കിൽ കോടതിക്ക് ഇടപെടാനായിട്ട് സാധിക്കും.
പിന്നെ മനേക ഗാന്ധിയുടെ ഡിസിഷനിലും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. എനി അഡ്മിനിസ്ട്രേറ്റീവ് റൂൾ മേക്കിംഗ് ക്യാൻ ബി ചാലഞ്ച് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് അൺറീസണബിൾ വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദ ആർട്ടിക്കൽ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ ഇപ്പൊ അതോറിറ്റി കൊണ്ടുവന്നിരിക്കും. ഈ പാസ്പോർട്ട് അതോറിറ്റി മനേകാഗാന്ധിയുടെ പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ച് അപ്പൊ അതിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് ഇടപെടാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ്സ് അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പാരന്റ് ആക്ട് തന്ന ആക്ടിന്റെ റൈറ്റ്സ് അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ബോംബെ സിവിൽ ഗ്രൗണ്ട് അതിന്റെ ആ ഒരു റീസണബിൾനെസ്സിനെ അൺറീസണബിൾനെസ്സിനെ ആ ഒരു റൂൾ 151 ഈ പറയുന്ന 1 clause ബിയുടെ അണ്ടറിൽ ഒരു ബോംബെ സിവിൽ ഗ്രൗണ്ട് അതിന്റെ അൺറീസണബിൾനെസ്സിനെയും കോടതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അൺറീസണബിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് അതിലും കോടതിയുടെ ആ ഒരു ജുഡീഷ്യൽ കൺട്രോൾ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കിയത്. നിങ്ങൾ ജസ്റ്റ് നോക്കിപ്പോയാലും മതി. പിന്നീട് വേറെ ഏത് കൺട്രോളാണ് വരുന്നത്, ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഒന്ന് പാർലമെന്ററി കൺട്രോൾ വരുന്നുണ്ട് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനിൽ, പിന്നെ പ്രൊസീജിയറൽ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ജുഡീഷ്യൽ കൺട്രോൾ ഉണ്ട്, പിന്നെ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ് ഇഫ് ദ പവർ ഈസ് ഡെലിഗേറ്റഡ് ഓൺലി ടു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ഓർ എ ബോഡി ഓഫ് പേഴ്സൺ. അതായത് ഒരു ആക്ട് വഴിയായിട്ട് ലെജിസ്ലേച്ചർ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് കളക്ടറിന് കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള റൂൾ റെഗുലേഷൻ ഒക്കെ ഉണ്ടാക്കാന്ന്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതാത് ആ ആക്ടിൽ പറഞ്ഞിട്ടുള്ള അതാത് അതോറിറ്റി തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബോഡി ഓഫ് പേഴ്സൺ ആണോ, ട്രസ്റ്റ് വർത്തി പേഴ്സൺ തന്നെയാണോ ഡെലിഗേറ്റ് ചെയ്യേണ്ടതെന്ന് ഇന്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ അവിടെ വേണ്ടതാണ്. അപ്പൊ ഇന്റേണൽ കൺട്രോൾ ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ആ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ബോഡി ഓഫ് പേഴ്സൺസിനാണോ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസിനാണോ കൊടുത്തത് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇന്റേണൽ കൺട്രോൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താ, ഇസ് ഓൾസോ എ ഗുഡ് ചെക്ക് ഓൺ ദ ആർബിട്രറി എക്സൈസ് ഓഫ് ഡെലിഗേറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. അപ്പൊ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എക്സിക്യൂട്ടീവ് അതോറിറ്റീസിന് കൊടുത്ത പ്രകാരം അവർ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ കൊണ്ടുവരുമ്പോഴും എന്ത് ചെയ്യും, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അവിടെ കൺസിഡർ ചെയ്യുന്നതാണ്. അതായത് പൊതുസമൂഹത്തിന് എന്താണ് പറയാനുള്ളത്, അത് അവർ ആർബിട്രറി ആയിട്ടാണോ, ഈ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് ബയാസ്ഡ് ആയിട്ട് പാർഷ്യാലിറ്റി ഒക്കെ ആയിട്ട് അവർ ബയാസ്ഡ് ആയിട്ടാണോ, അവരുടെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കാണോ അവർ പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പബ്ലിക് ഒപ്പീനിയനും വഴിയായിട്ടും ഒരു കൺട്രോൾ ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ആയിട്ടുള്ള നേച്ചറിലുള്ള മാറ്റേഴ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസും അവിടെ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അതോറിറ്റി റൂൾ ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്നെങ്കിലും അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, ടെക്നിക്കൽ മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസും അവിടെ എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി, ആ ലെജിസ്ലേഷൻ, ആ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഒരു വേഗമായിട്ടുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അത് അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല തരത്തിലൊരു കൺട്രോൾ ഏതിന് വരുന്നുണ്ട്, ഈ ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ പുറത്ത് വരുന്നുണ്ട്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഇവർ പവർ കിട്ടുന്നത് വഴിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും, എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിലും ഈ പറയുന്ന കൺട്രോളുകൾ അവിടെ വരുന്നുണ്ട്. പ്രൊസീജിയറൽ ആയിട്ടുള്ള കൺട്രോൾ പാർലമെന്റ് വഴിയായിട്ടുണ്ട്, പിന്നെ മെയിൻ ആയിട്ടുള്ള പാർലമെന്ററി കൺട്രോൾ ഉണ്ട്, ജുഡീഷ്യറിയുടെ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ വരുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ പ്രോപ്പർ അതോറിറ്റി ആണോ ചെയ്യുന്നത് എന്നുള്ളത്, ആ അതോറിറ്റി തന്നെ ആ പേഴ്സൺസ് തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ളവരാണോ എന്ന്. പിന്നെ പബ്ലിക്കിനൊരു ഒപ്പീനിയൻ അതിൽ പറയാൻ പറ്റും, ഇവർ ബയസ്ഡ് ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസ് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പല രീതികളിൽ ഈ ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്, ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഴ്സ് പ്രീസിഡൻസും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റം ഒക്കെയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.